ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പി വൃത്തിയാക്കി തിന്നുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇത് വിഴിഞ്ഞം ചിപ്പിയാണ്, വിഴിഞ്ഞം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചിപ്പി വൃത്തിയാക്കി വേവിച്ച് കഴിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇത് യഥാർത്ഥത്തിൽ ഫ്രൈയും ചെയ്യും, തോരനും ആക്കും. അല്ലാതെ വേറെ എന്തെങ്കിലും രീതി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇത് വൃത്തിയാക്കി എണീറ്റപ്പോൾ തന്നെ എൻ്റെ നടു പോയി. 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ചിപ്പിയുടെ പുറകെ ഇരുന്ന് വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് തിന്നാൻ പറ്റൂ. എന്നാൽ നല്ല രീതിക്ക് തിന്നാനുള്ള ചതയുണ്ടോ? അതുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട് കോവളം ചിപ്പി വാങ്ങാൻ. അന്ന് ഞങ്ങൾ കോവളത്താണ് നേരെ പോയത്. പക്ഷേ അന്ന് എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മണ്ണും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും പോയതിന് ശേഷം ഞങ്ങൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു പാത്രത്തിനകത്താക്കി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ആവി കയറ്റി എടുക്കുക. അപ്പം കാണാം ഈ തോട് പൊളന്ന് വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ മറ്റേ തോട് ഇളക്കി ഇതുപോലത്തെ രൂപത്തിലാക്കി വേറൊരു പാത്രത്തിന്. എന്നിട്ടും പണി തീർന്നിട്ടില്ല, ഇനിയും പണിയുണ്ട്. ഇത് ഇത്ര ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ചിപ്പിയുടെ ഉള്ളിലുള്ള അഴുക്ക് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്കത് ഫ്രൈ ചെയ്ത് കഴിക്കാനോ തോരൻ വെച്ച് കഴിക്കാനോ നമുക്ക് പറ്റുള്ളൂ. ചിപ്പി വാങ്ങിച്ചാൽ തന്നെ ഒരു ദിവസത്തെ മെനക്കേടാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് ചിപ്പി വൃത്തിയാക്കി തിന്നുകയും ചെയ്യണം, എന്നാൽ വൃത്തിയാക്കാനും വയ്യാത്തൊരു രീതിയാണ്. ഈ വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ ഹസ്ബൻഡ്. അതിൻ്റെ ഇടയിലാണ് ഹായ് ഗൈസ് എന്ന് പറയുന്ന ഒരു സൗണ്ട് നിങ്ങൾ കേട്ടത്. ചിപ്പി വൃത്തിയാക്കി ഈ ഒരു രൂപത്തിലാക്കി അതിൻ്റെ തോടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കാണ് ഞങ്ങൾ എടുത്ത് കളഞ്ഞാൽ മാത്രമേ നമുക്കത് പുരട്ടാൻ പറ്റൂ. ഇത് ചിപ്പിത്തോടാണ്. ചിപ്പിത്തോട് ഒന്നിലധികം ദിവസം വീട്ടിൽ വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ. പിന്നെ ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ചിപ്പിത്തോട് ഉപയോഗപ്പെടും. കാര്യം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷമൊക്കെ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമൊക്കെ ചിപ്പിത്തോട് നമ്മളെ ബോട്ടിൽ ക്രാഫ്റ്റിനൊക്കെ ഉപയോഗപ്പെടും. ഇനി ഈ ചിപ്പി വൃത്തിയാക്കി അതിനുള്ളിലുള്ള അഴുക്കാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ചെറുതും വലുതും എല്ലാം എടുത്ത് നമ്മൾ അഴുക്ക് വൃത്തിയാക്കിയതിന് ശേഷം 5-6 വെള്ളം നല്ല രീതിക്ക് വെള്ളത്തിലിട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്ത് തിന്നാറുള്ളൂ. ഇപ്പോൾ ഈ ചിപ്പി സീസൺ ഡിസംബറോട് കൂടി കഴിയാറായി. ജനുവരിയൊക്കെ ആകുമ്പോൾ കിട്ടാറില്ല യഥാർത്ഥത്തിൽ. പിന്നെ തെന്നിയും തെറിച്ചുമൊക്കെ ആയിരിക്കും ചിപ്പികൾ കിട്ടുന്നത്. ഇനി ഡിസംബറൊക്കെ ആകുമ്പോൾ ഫുള്ള് തീരും. ഈ ചിപ്പി ഈ കുമരിച്ചന്ത പിന്നെ വിഴിഞ്ഞം കോവളം ആ സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാവുന്ന സ്ഥലങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഞാനിത് വേർതിരിച്ച് വെച്ചേക്കുന്നത് വേറൊന്നുമല്ല. ചിപ്പിയുടെ വലിയ പോർഷനും ചെറിയ പോർഷനും അതിൻ്റെ അഴുക്കാണ് ഞാൻ ആ വെള്ളപാത്രത്തിലോട്ട് ഇടുന്നത്. മുകളിലത്തെ പോർഷനിലായിരിക്കും അഴുക്കിരിക്കുക. പിന്നെ അതിൻ്റെ അകത്ത് വേരിൻ്റെ ഒരു സാധനം ഉണ്ടാവും. വേരാണ് യഥാർത്ഥത്തിൽ. അത് ചിലവർ പിച്ചാത്തി വെച്ച് കട്ട് ചെയ്യാറുണ്ട്, ചിലവർ കത്രിക വെച്ച് കട്ട് ചെയ്യാറുണ്ട്. അവരൊക്കെ ഇതുള്ള രീതിയിലായിരിക്കും അവർ കട്ട് ചെയ്യുക. എനിക്കെങ്കിൽ കത്രിക വെച്ചായിരിക്കും കട്ട് ചെയ്യാൻ എന്നാൽ എനിക്കൊരു തൃപ്തിയാവത്തുള്ളൂ. അഴുക്ക് ഫുൾ ക്ലീൻ ആയി എന്നുള്ള രീതിയിൽ തൃപ്തിയാവത്തുള്ളൂ. ഇനി ഇത് ഓരോ ചിപ്പിയിലിരിക്കുന്ന അഴുക്കും നമ്മളെടുത്ത് കളഞ്ഞ് നല്ല രീതിക്ക് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയായതിന് ശേഷം മാത്രമേ പെരട്ടാൻ പോകാവൂ. ഇതിൻ്റെ അകത്തിരിക്കുന്ന ആ വേര് കണ്ടില്ലേ, അത് നമ്മൾ എത്ര അഴുക്കെടുത്ത് കളഞ്ഞാൽ എന്തെങ്കിലും ഒരു തരി അതിൻ്റെ ഉള്ളിൽ കാണാറിരിക്കില്ല, അതിന് അതുകൊണ്ട് ഒരു ശകല ഉപ്പും കൂടി ഇട്ട് കഴുകുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. നിങ്ങൾ ഈ ചിപ്പി വൃത്തിയാക്കുമ്പോൾ അതിന് ഉപ്പിട്ട് കഴുകാറുണ്ടോ ഇല്ലേന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം തൃപ്തി വരുന്നോളം നിങ്ങൾ കഴുകിക്കൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ തൃപ്തിക്കനുസരിച്ച് കുറേ അത് പോയാലും പോയില്ലെങ്കിലും തൃപ്തിക്കനുസരിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ചിലർക്ക് ഈ ചിപ്പിയുടെ സ്മെല്ല് പിടിക്കാറില്ല. ഞാനാണെങ്കിൽ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇതൊന്നും ഞാൻ കഴിക്കാറില്ലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ചിപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. ഇതൊന്നും ഞാൻ തൊട്ട പോലും ചെയ്യൂല. കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വോമിറ്റിങ് അങ്ങനെ വരും. ഇനി നമ്മളിത് പെരട്ടുക. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ടിട്ട് അത് ഊറ്റി അതിനകത്തുള്ള വെള്ളം മൊത്തം നമ്മൾ കളഞ്ഞതിന് ശേഷം ശകലം തേങ്ങ ഇടണം. ഞാൻ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തേങ്ങയൊക്കെ ഇടാറുള്ളത്. നേരത്തെ തേങ്ങയൊന്നും ഞാൻ ഇടത്തില്ലായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ മസാല ഇതെല്ലാം കൂടി ഇട്ട് ശകലം എണ്ണയും കൂടി വിറ്റിയതിന് ശേഷം നന്നായിട്ട് വേരവി ശകലം കറിവേപ്പിലയും കൂടി ഒക്കെ ഇടുന്നത് നല്ലതാണ്. കറിവേപ്പില ഞാൻ യഥാർത്ഥത്തിൽ ലാസ്റ്റാണ് ഇട്ടത്, മറന്നുപോയി. അങ്ങനെ ഇട്ട് നന്നായിട്ട് വിരവി വയ്ക്കുക. വിരവി വെച്ചിട്ട് ഒരു ഇത്ര ½ ആൻ അവർ കഴിഞ്ഞിട്ടോ ചൂടോടെ കഴിക്കണമെങ്കിൽ അങ്ങനെ, തണുത്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ നന്നായിട്ട് വിരവി വെച്ചതിന് ശേഷം ഒരു ½ ആൻ അവറോളം ഇരിക്കട്ടെ. ഇരുന്നിട്ട് പൊരിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ചിപ്പി ഇങ്ങനെ ഇട്ടിളക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല എല്ലാ ചിപ്പിൻ്റെയും ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിടിച്ചാലല്ലേ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ ഒരു 5-10 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം മാത്രമേ ഇത് പൊരിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പില ഇടാൻ മറന്നു. ഞാൻ തണ്ടോടുകൂടി ഞാൻ കറിവേപ്പില അതിനകത്തേക്ക് അങ്ങ് ഇട്ടു. എന്തോ വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഏതോ ഒരു മൈൻഡിൽ ഞാൻ നിൽക്കിയിരുന്നത്. ദേഷ്യ മൈൻഡിലായിരുന്ന, പാവ മൈൻഡിലായിരുന്ന ഒന്നും അറിയാൻ വയ്യ. അങ്ങനെ ഞങ്ങളിതാ പെരട്ടി ഇതുപോലെ വെച്ച് ഒരു ശകലം എണ്ണയൊക്കെ വിറ്റിയത്. എണ്ണ അധികം കുടിക്കൂല, മീൻ കുടിക്കും എന്ന് പറയും. മീനിനൊക്കെയാണെങ്കിൽ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും എണ്ണ വേണം എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇതിനൊക്കെ ശകലം എണ്ണ മതി, അധികം ഇതില്ല. കാര്യം ഇത് അവിച്ച് വെച്ച വെന്ത സാധനമാണ്. വെന്ത സാധനത്തിലാണ് ഞങ്ങൾ ശകലം പൊടികളും ബാക്കിയുള്ള മസാലയെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഓൾറെഡി വെന്തിരിക്കുന്ന സാധനമാണ്. ഇതൊന്ന് നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ
ഇത് പൊരിച്ച് തിന്നുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഗൈസ്. ഇത് നന്നായിട്ട് ഇളക്കി മറിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ മീൻ മറിച്ചിട്ട് കൊടുക്കില്ലേ, അതുപോലെ ഇത് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഈ രൂപത്തിൽ എത്തും. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്.